ഹലോ, വെൽക്കം ടു FG ട്രേഡർ. അപ്പോൾ ഞാനിപ്പോൾ ഒരു എൻട്രി എടുത്തിരിക്കുകയാണ്. ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പീസ് ആയിരിക്കാണ് എടുത്തത്. അപ്പോൾ എനിക്ക് മോർണിംഗ് തന്നെ എനിക്കൊരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കാണാത്തതുകൊണ്ട് ഞാനൊരു 10 to 10:30 വരെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു സുഖം ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് സൈഡ് വേസ് പോകുന്നൊരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നു. ചെറിയൊരു ഹോസ്പിറ്റലിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് വന്നതാണ്. നമ്മുടെ പെറ്റ്സിന് ചെറിയ അസുഖവും കാര്യങ്ങളൊക്കെ വന്നു. ഏജ് അതിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും എനിക്ക് നല്ലൊരു എൻട്രി എനിക്ക് ഒരു സൈഡിലേക്ക് ഒരു എൻട്രി നല്ലൊരു എൻട്രി മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ അതൊരു സൈഡിലേക്ക് എൻട്രി എടുത്തിരുന്നത്. എവിടെ നിന്നാണ് എടുത്ത് എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ലോസിലാണ് പോകുന്നത്. ചെറിയ ലോസ് തന്നെയാണ് പോകുന്നത്, ചെറുതല്ല, അത്യാവശ്യം. അതിപ്പോൾ ഒരു 10% ലോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും. അപ്പോൾ ഇതിപ്പോൾ എവിടെ നിന്നാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഞാനൊരു അവിടെ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിൽ ഇതാണ്ടോ റെസിസ്റ്റൻസിൽ ഒന്ന് തട്ടിയിട്ട് അവിടെ CPR തട്ടിയിട്ട് അതൊരു നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ ഒരു ഇത് കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ച് 2 മിനിറ്റ് 2 ക്യാൻഡിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുന്ന ടൈമിലാണ് ഞാൻ എന്നാൽ ഓക്കെ അവിടെ നിന്ന് എടുക്കാമെന്നുള്ള ബേസിൽ അവിടെ നിന്നുകൊണ്ട് ഡൗണിക്ക് വരുന്നൊരു ലക്ഷണം ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു ക്യാൻഡിൽ ആ ഒരു തേർഡ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ക്ലോസിങ് കിട്ടിയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ അതിനുശേഷം നേരെ സൈഡിലേക്ക് മാർക്കറ്റ് പോയി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എവിടെ എൻട്രി എടുത്തത് ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും അത് മാർക്കറ്റിൻ്റെ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിപ്പോൾ സ്റ്റോപ്പ് ലോസ് തട്ടിയിട്ടില്ല. സ്റ്റോപ്പ് ലോസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ക്ലോസിങ് മേലേക്ക് ഒരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങാമെന്നുള്ള ബേസിലാണ് ഞാൻ എന്തായാലും നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 15% അടുത്തോളം എനിക്ക് ലോസ് വരും. അങ്ങനെ ലോസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 10 to 20% പ്രോഫിറ്റ്, 20 to 25% 30% അടുത്തെങ്കിലും ഒരു പ്രോഫിറ്റ് വരുന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം 1:3 ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു റേഞ്ചിലെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുന്നു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ എടുത്തിറങ്ങുക എന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ചെറിയൊരു ഫാൾട്ട് പറ്റി. എനിക്ക് ഏകദേശം ഞാൻ ഇവിടെ തന്നെ അത് റിവേഴ്സിൽ പോകുന്ന കണ്ടപ്പോൾ ഞാൻ ഇവിടെ തന്നെ എന്താണ് മറ്റേ ഏതിലായിരുന്നു നമ്മുടെ ഫിൻനിഫ്റ്റി എക്സ്പീരിയൽ ഞാൻ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഈ ഒരു റേഞ്ച് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ നൈസായിട്ട് ഫിൻനിഫ്റ്റിയിൽ ഒറ്റ ലോട്ട് ജസ്റ്റ് ഒരു 1000 റുപ്പീസിൻ്റെ ഒരു ലോട്ട് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചിട്ടു. അതിനുശേഷം നേരെ താഴോട്ട് വന്നു. അപ്പോൾ തന്നെ അത് ഞാൻ കുറച്ച് താഴോട്ട് വന്നപ്പോൾ കുറച്ച് വീണ്ടും ഒരു ചെറിയൊരു അപ്പിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എക്സിറ്റായി പോയി. എനിക്ക് ഏകദേശം ഫിൻനിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റിയിൽ ഞാൻ കാണിച്ചു തരാം. ഫിൻനിഫ്റ്റിയിൽ ഏകദേശം ഞാൻ എൻട്രി എടുത്തത് ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് എൻട്രി എടുത്തത്. ഈ റേഞ്ചിൽ എൻട്രി എടുത്തു. അതിനുശേഷം ഡൗണിക്ക് വന്നു. അപ്പോൾ തന്നെ എനിക്ക് ഡബിൾ റേഞ്ചിൽ വന്നു. ആ ഒരു 1000 റുപ്പീസിൻ്റെ സാധനം ഏകദേശം 1000ൻ്റെ അടുത്ത് പ്രോഫിറ്റായി. ഏകദേശം 1000 തന്നെ ആയി പ്രോഫിറ്റ്. അതിനുശേഷം വീണ്ടും ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ എക്സിറ്റായി ചെയ്തു. എക്സിറ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഏകദേശം അവിടെ നിന്ന് റിവേഴ്സൽ ചെറിയൊരു അവിടെ നിന്നൊരു കൺസൾട്ടേഷൻ കളിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആയത്. അത് എനിക്ക് ഏകദേശം അപ്പോൾ എനിക്ക് 60% 50 to 60% പ്രോഫിറ്റിൽ ഞാൻ ഫിൻനിഫ്റ്റിയിൽ ഈ ഒരു എൻട്രി എക്സിറ്റ് ആവേണ്ടി വന്നു. അതിനുശേഷം നേരെ ഒരു 10 രൂപയ്ക്കാണ് പോയത്. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല രീതിയിൽ 10 രൂപയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ 40 രൂപേൻ്റെ സാധനം ഞാൻ ഇവിടെ 40 രൂപയ്ക്ക് ഇറങ്ങിയ സാധനം ഇവിടെ 10 രൂപയായി അപ്പോഴേക്കും. അപ്പോൾ ആ 10 രൂപയിൽ നിന്ന് വീണ്ടും അത് ഒരു 40 രൂപയ്ക്ക് വന്നു. പിന്നെയും അത് വീണ്ടും ഒരു 15 രൂപ റേഞ്ചിൽ വന്നു. പിന്നെയും നല്ല രീതിയിൽ 50 സംതിങ് രൂപയിൽ വന്നു. പിന്നെ വീണ്ടും അത് 35 എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 35-40 റേഞ്ചിൽ ക്ലോസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഫിൻനിഫ്റ്റിയിൽ ഞാൻ നിഫ്റ്റി ഏതിലും വേണ്ട ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ ഏകദേശം ഡബിൾ ആയി കഴിഞ്ഞാൽ ഫിൻനിഫ്റ്റിയിൽ ഇറങ്ങാമെന്നുള്ള ബേസാണ് ഉണ്ടായത്. 1000 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇറങ്ങാമെന്നുള്ള ബേസിൽ വെയിറ്റ് ചെയ്ത്, പക്ഷേ അത് അവിടെ നിന്ന് റിവേഴ്സ് പോയി. അപ്പോൾ അത് അപ്പോൾ തന്നെ എക്സിറ്റ് ആവുകയും ചെയ്ത്. പക്ഷേ എനിക്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാനത് രണ്ടും ഒരുമിച്ച് ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഇതിൽ വെയിറ്റ് ചെയ്തു. ഇവിടെ വന്നു. അതിനുശേഷം റിവേഴ്സിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ ക്ലോസിങ് കിട്ടിയപ്പോൾ തന്നെ ഇറങ്ങാൻ മതിയായിരുന്നു. അപ്പോൾ ഞാൻ 120 റുപ്പീസ് ഉണ്ടായിരുന്ന സാധനം പോയിട്ട് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങണോ വേണ്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എന്താ പറയുക ആ ഒരു എന്താണ് നമ്മുടെ ക്ലോസ് ചെയ്യുന്ന ആ ഒരു സാധനത്തിന് ഞാൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്തല്ലാതെ ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇറങ്ങി എൻട്രി പ്രൈസ് തന്നെ എനിക്ക് ഇറങ്ങേണ്ട ഒരു ശോകാവസ്ഥയാണ് വന്നത്. അപ്പോൾ എനിക്ക് അതൊരു നല്ലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടാതെ ഞാൻ രണ്ടും ബാങ്ക് നിഫ്റ്റി ഒരു ഫിൻനിഫ്റ്റി ഒരുമിച്ച് ഇറങ്ങിയതാണെങ്കിൽ എനിക്ക് ഏകദേശം ഇന്ന് ഓവറോൾ നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് അത് സംഭവിച്ചില്ല. എനിക്ക് ഏകദേശം ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത് വെറും 500 സംതിങ് 555 ആണ് എനിക്ക് ഫാൻസി നമ്പറാണ്. 555 ആണ് എനിക്കിന്ന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് എനിക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇനിയിപ്പം ട്രേഡ് നാളെയും മറ്റന്നാളും എല്ലാം ഉണ്ട്. അപ്പോൾ ട്രേഡ് എന്തായാലും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ഓവറോൾ എനിക്ക് നല്ല രീതിയിൽ ലോസ് വന്നാണ് കണ്ടാണ്. നിങ്ങൾക്ക് 600-700 സംതിങ് എനിക്ക് ലോസ് വന്നു. ആ ലോസിൽ നിന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാതെ അത് വീണ്ടും ഡൗണിക്ക് തന്നെ വന്നു. അപ്പോൾ എൻ്റെ വ്യൂ കറക്റ്റായിട്ടുള്ള വ്യൂ തന്നെ ആയി മാറിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചത് ഞാൻ കറക്റ്റ് ആയിരുന്നുള്ള സ്റ്റോപ്പ് ലോസ് തന്നെ ആയിരുന്നു. ഉണ്ടാക്കിയ ഹൈൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇന്ന് വെറും സ്റ്റോപ്പ് ലോസും നിഫ്റ്റിയിൽ വലിയ സ്റ്റോപ്പ് ലോസൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. 15-20 റുപ്പീസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു വലിയ ലോസ് വരാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ പെട്ടിട്ടുണ്ടാകും ഒരു ഏകദേശം 30-40% എനിക്ക് ലോസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് എനിക്ക് ഇറങ്ങേണ്ട വന്നില്ല. കാരണം CPR റേഞ്ചിൻ്റെ മേലെ തന്നെ വെച്ചു. ഇന്നത്തെ ഹൈൻ്റെ ക്ലോസിങ് ടൈം അവിടെ തന്നെ വെച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാതെ ഞാൻ ഇവിടെ നിന്ന് ഒരു ലോട്ടും കൂടെ ആഡ് ചെയ്യണോ എന്നുള്ളത് മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നേരെ ഡൗണിക്ക് വന്ന് കറക്റ്റായിട്ടുള്ള എൻ്റെ എൻട്രി പോയിൻ്റ് അവിടെ നിന്ന് എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഈ റേഞ്ചിൽ വന്നപ്പോൾ എനിക്ക് എക്സിറ്റ് ആവണമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഏകദേശം എക്സിറ്റ് ആയതാണെങ്കിൽ എനിക്ക് ഏകദേശം ഇന്ന് ഓവറോൾ 20% ക്യാപിറ്റലിൻ്റെ 10Kൻ്റെ ഒരു 22Kൻ്റെ അടുത്ത് എനിക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടാകും.
പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതിന് ശേഷം വീണ്ടും ഇവിടെ ഒരു 1200 അടുത്ത് മൊത്തത്തിൽ പ്രോഫിറ്റ് ആകുന്ന ടൈമിൽ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതും ഞാൻ ചെയ്തില്ല. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട ടൈമിൽ ഇറങ്ങാൻ പറ്റാത്തൊരു മിസ്റ്റേക്കൊന്നും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് എൻട്രി പോയിന്റ് തന്നെ ഈ റേഞ്ചിൽ എനിക്ക് ഇറങ്ങേണ്ടി വന്നു. എൻട്രി പോയിന്റ് ഇവിടെ അല്ല, എൻ്റെ എൻട്രി പോയിന്റ് ഇവിടെയാണ്. പക്ഷേ അവിടെ നിന്ന് കുറച്ചും താഴെ ആയിട്ടൂടെയൊക്കെ എനിക്ക് ലോസല്ല, കറക്റ്റ് എൻട്രിയിൽ എനിക്ക് എക്സിറ്റ് ആവുന്നു. ലോസൊക്കെ ഒന്ന് എക്സിറ്റ് ആവേണ്ട ജസ്റ്റ് മിസ്സായിട്ട് എൻട്രി പോയിന്റ് തന്നെ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഇറങ്ങിയ ശേഷം എന്തായാലും മാർക്കറ്റ് അവിടെ സൈഡ് വൈസ് തന്നെയാണ്, വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കറക്റ്റായിരുന്നു എൻ്റെ എൻട്രിയും എക്സിറ്റും കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ എനിക്കത് എക്സിറ്റ് പ്ലാൻ ചെയ്ത പോലെ ഇറങ്ങാനും പറ്റിയില്ല. പക്ഷേ മോർണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് എനിക്ക് നല്ല രീതിയിൽ ഡൗണിക്ക് വന്നു. ഏകദേശം ഞാൻ ഈ റേഞ്ചിൽ പീസ് എടുക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ മൂവിങ് ആവറേജ് ഉണ്ട്, ഇവിടുന്ന് ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. അതിന് ശേഷം വീണ്ടും ഇവിടുന്ന് ബ്രേക്കൗട്ട് ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അടുത്ത സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻട്രി പോയിന്റ് തന്നെ ഇറങ്ങാനുള്ളൊരു ട്രേഡ് എടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായില്ല. അതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. പോയിട്ട് വരുമ്പോഴേക്കൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് വന്ന് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മേലേക്ക് പോയി. അതിന് ശേഷം എനിക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ റേഞ്ചിലാണ് എനിക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത് കറക്റ്റ് വീണ്ടും ഇവിടെ ഒരു റീറ്റെയിൽ സപ്പോർട്ട് എടുക്കാൻ വന്ന ടൈമിൽ എനിക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് ഈ ഒരു ഡബിൾ ഹെഡ് പാറ്റേൺ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം അത് ബ്രേക്ക് ചെയ്തു. അതിന് ശേഷം അത് ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ബൂം കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് സൂപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി എനിക്ക് അവിടെ നിന്ന് മിസ്സാവുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ മാർക്കറ്റിൽ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ കളിക്കുന്നത് ഈ ഒരു റേഞ്ചിൽ. അതിന് ശേഷമാണ് ഈ ഒരു ക്യാനിൽ മേലേക്ക് പോയി ഈ ഒരു ക്യാനിൽ താഴേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇന്നും ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. താങ്ക് യു.